ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഡ്രീം കേക്കിനുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇവിടെ ഓവനിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. റെഡിയായോ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക്? 2 സ്ലൈസായിട്ട് ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. താഴത്തെ 2 സ്ലൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി എടുത്തിട്ടില്ല. ഇത് ഡ്രീം കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നാണ്. വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ചോക്കോ ചിപ്സും ബ്ലാക്ക് ചോക്കോ ചിപ്സും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പീസ് ചോക്ലേറ്റിൻ്റെ കേക്ക് വട്ടത്തിൽ മുറിച്ചത് നമ്മൾ ഡ്രീം കേക്കിലേക്ക് ഇറക്കി വെച്ചു. അതിലേക്ക് ഷുഗർ സിറപ്പാണ് ഒഴിക്കുന്നത്. കാണാൻ പറ്റുന്നില്ല അല്ലേ? ഒറ്റ മിനിറ്റ്, ഇപ്പോൾ ഞാൻ തിരിച്ചു വയ്ക്കാവേ. ഇപ്പോൾ കാണാമല്ലോ ചോക്ലേറ്റിൻ്റെ സിറപ്പ്. അതായത് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിടത്തേക്ക് നമ്മൾ ചോക്ലേറ്റ് എമൽഷൻ ഞാൻ കലക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ. അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് എമൽഷൻ കൊണ്ട് കലക്കിയിട്ടാണ് ഒഴിക്കുന്നത്. നമ്മുടെ ഷുഗർ സിറപ്പിനകത്ത് ചോക്ലേറ്റിൻ്റെ എമൽഷൻ ഒഴിച്ചിട്ട് ഞാനത് സോക്ക് ചെയ്തു. അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു. പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പം കുറച്ച് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പതുക്കെ കറക്കിയെടുക്കുന്നത്. ചെറിയ ഹോള് മതി കേട്ടോ, ഒത്തിരി കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് നിറഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മേതെ നമുക്ക് ആവശ്യമുള്ള വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത പൊടികളാണ്. അതുപോലെ തന്നെ വൈറ്റ് ചോക്കോ ചിപ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതും കൂടി നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് കടിക്കാൻ ഒരു രസമാണല്ലോ, അതുകൊണ്ട് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളുടെ ആ ഒരു ലെയറും കൂടി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലെയർ ആ ചോക്ലേറ്റ് കേക്ക് തന്നെ ഒന്നുകൂടി ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു എളുപ്പം ഉണ്ടാവുകൊണ്ട് ജസ്റ്റ് എല്ലാം ജ്യൂസി ആയിട്ട് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഫിനിഷിങ് എനിക്കിത് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നമ്മുടെ ഒരു സെറ്റ് കൂടി വെച്ചു. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വിട്ട ശേഷം ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വിട്ടു. അത് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് തീർക്കുവാണെങ്കിൽ എന്നാലൊന്ന് വെറ്റായി കിട്ടത്തുള്ളൂ. ജ്യൂസി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കണ്ടോ. എല്ലാ സൈഡും ഒന്ന് നമ്മൾ ഷുഗർ സിറപ്പും അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറും കൂടി ചേർത്ത ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് തിരിച്ച് വെച്ചൊക്കെ കൊടുക്കണം, എളുപ്പമുണ്ട്. അങ്ങനെ ചെയ്ത് നമുക്കിത് മൊത്തം അങ്ങോട്ട് ഒഴിച്ചങ്ങ് തീർത്തെടുക്കാം. അപ്പോൾ ഏകദേശം ആ ഷുഗർ സിറപ്പ് നമ്മൾ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് ഒഴിച്ച് തീർത്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് ഇനി ബാക്കി വെച്ചേക്കേണ്ട ആവശ്യമില്ല. അതങ്ങ് ഒഴിച്ചു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയത് ഒന്നുകൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം, കറക്കി വിടാം. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ ലെയർ മാത്രം അത് ചെയ്ത് വിടുകയാണ്. വൈറ്റിൻ്റെ താഴത്തൊരെണ്ണം ഉണ്ടായിരുന്നു, ബ്ലാക്കിൻ്റെ താഴത്തും ഒരെണ്ണം, അങ്ങനെ 2 ലെയർ വിപ്പിംഗ് ക്രീമിൻ്റെ. ഇത് ഒത്തിരി കട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഉണ്ടാകത്തില്ല. കറക്റ്റ് സ്പേസാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമും കഴിഞ്ഞ് നമ്മളുടെ ചിപ്സും ഇട്ട് ഗനാഷ് ഒഴിക്കാനുള്ള ഒരു സ്പേസേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ഫില്ല് ചെയ്തു. നമുക്കതിനകത്ത് മുകളിലേക്ക് നമുക്ക് ബ്ലാക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സ് തന്നെ ബ്ലാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വാരിയിടുന്നത് പലർക്കും പല സൈഡിൽ നിന്നാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് വാരിയിടുന്നത് കേട്ടോ. കുറച്ച് പിശുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പലർക്കും കിട്ടാതെ വരും. അപ്പോൾ കുറച്ചധികം നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് കൂടി വാരിയിട്ടു. ഇനി ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കിയതാണ്. അത് ഉരുക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് പെട്ടെന്ന് നമ്മളെ ഒഴിക്കാൻ എളുപ്പമുണ്ട്, തേക്കാനൊക്കെ എളുപ്പമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് ഫുള്ളാക്കി ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫുള്ളൊന്ന് കവർ ചെയ്യട്ടെ എന്ന് മൊത്തത്തിലൊന്ന്. ഇപ്പോൾ നമ്മുടെ ലെവൽ കറക്റ്റായിട്ടുള്ളൂ കേട്ടോ. ടിൻ്റെ ലെവൽ എത്തിയിട്ടേ ഉള്ളൂ. മുകളിൽ നിന്ന് വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് നിറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മളുടെ ടിന്നിൻ്റെ ലെവൽ എത്തിയിട്ടില്ല, എത്താൻ പോകുന്നു എന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. ഞാൻ മുഴുവൻ ഞെക്കി ഒഴിച്ചു. ബാക്കിയത് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് കറക്റ്റൊന്ന് വടിച്ച് നടുക്കോട്ടാക്കി അതിൻ്റെ ഫുള്ളൊന്ന് ലെവൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരല്പം
ബൂസ്റ്റ് ചോക്ലേറ്റ് പൊടി വിതറി കൊടുക്കാം, അല്ലെങ്കിൽ ബൂസ്റ്റ് വിതറി. ഞാനിപ്പം പെട്ടെന്നുള്ളതായതുകൊണ്ട് ഒരു ചെറിയ സാഷേ ബൂസ്റ്റാണ് എനിക്ക് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് പൊട്ടിച്ചിട്ട് അരിപ്പയിലൂടെയൊക്കെ തട്ടിയിടാൻ ഉള്ളതാണ്. നമുക്ക് എളുപ്പത്തിന് നമ്മൾ തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കണമല്ലേ, അത് കൊടുക്കാനുള്ളതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബൂസ്റ്റ് ഒന്ന് തട്ടിയിട്ടു. ഇതാ ക്ലോസ് ചെയ്യുന്നു. ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു. നാളെ കാണാം. ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പരുവാണേ. നല്ല തണുപ്പുണ്ട്, നല്ല പൊളി സൂപ്പർ. എന്താ നല്ല ടൈറ്റായിട്ടൊക്കെ ഇരിക്കുക. കൊച്ചിനെ കൊടുത്തപ്പോൾ കൊച്ചു തുറക്കാൻ പോലും പറ്റുന്നില്ല. കുഞ്ഞാണേ, അവളോട് പതുക്കെ ഒന്ന് കുത്തിയെടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ അവൾ സ്പൂണാണ് ഉപയോഗിച്ചത്. സ്പൂൺ ഉപയോഗിക്കുമ്പോൾ കുഴപ്പം ചരിഞ്ഞ് ഇറങ്ങത്തുള്ളൂ, നേരെ ഇറങ്ങത്തില്ല. പാലറ്റ് നൈഫ് കൊണ്ടാണ് കുത്തിയിറക്കത്തെങ്കിൽ നന്നായിട്ട് എടുക്കാൻ പറ്റും. അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പേടി. ചേട്ടനെ കൂട്ടി വിളിച്ചു. ഇന്നലെ നമ്മളുടെ ഗൗരി ശങ്കർ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ കേക്ക് മുറിച്ചു. അപ്പോൾ ഇന്നത്തേക്കാണ് നമ്മൾ ഈ ഡ്രീം കേക്ക് സെറ്റ് ചെയ്തത്. നീ തന്നെ കഴിച്ചു ആദ്യത്തെ പീസ്, അവൾക്ക് തന്നെ കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഡ്രീം കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇടയ്ക്ക് നമ്മുടെ ആ ചോക്കോ ചിപ്സൊക്കെ അടിക്കുമ്പോഴുള്ള ക്രഞ്ചിയായിട്ട് കിട്ടുന്നുണ്ട്. ജ്യൂസിയാണ്, ക്രഞ്ചിയാണ്. നമ്മളുടെ ആ ഓരോ പീസല്ലേ, ചോക്ലേറ്റ് കേക്കിൻ്റെ പീസല്ലേ, അത് നല്ല ജ്യൂസിയാണ്, ഇടയ്ക്ക് ക്രീമിയാണ്. അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് ചിപ്സ് ഉള്ളതുകൊണ്ട് നല്ല ക്രഞ്ചിയാണ്. ഇനി നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് മുറിച്ചെടുക്കുക. ഇത്ര നേരം സ്പൂണിൽ സ്കൂപ്പ് എടുത്തില്ലേ, പാലറ്റ് നൈഫ് കൊണ്ട് മുറിക്കുമ്പോൾ കണ്ടോ, അത് ഓരോ നല്ല സ്ക്വയർ പീസായിട്ട് കിട്ടും. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളവരെ എനിക്കറിയാം. എന്നാലും പുതിയതായിട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് ചെയ്തു തന്നത്. അപ്പം ഡ്രീം കേക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് കഴിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.